നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. ഇന്ന് നമ്മൾ ഈ നീറ്റ് വിഷയത്തിൽ ഒന്ന് സംസാരിക്കുന്നു. ചില സിനിമകൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എത്ര ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ അത്രയും ഉപദ്രവം ഈ നീറ്റ് പരീക്ഷ രണ്ടാമത് എഴുതിയതുകൊണ്ട് സമൂഹത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ പാറ്റയ്ക്ക് അടിച്ച ഹിറ്റിൽ പല പൊയ്മുഖങ്ങളും പുറത്തു ചാടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം നീറ്റ് പരീക്ഷ കുട്ടികളുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ചില സിനിമാ സെലിബ്രിറ്റികൾ കരഞ്ഞ് ബഹളം വെക്കുകയാണല്ലോ. ചിലരുടെ സിനിമ അടുത്ത ആഴ്ച റിലീസാകാനുണ്ട്, അതിനായിട്ടുള്ളൊരു ഇൻഡയറക്റ്റ് പ്രൊമോഷനാണ് സംഭവം ഒന്ന്. മറ്റു ചിലർക്ക്, അതായത് ഇപ്പോൾ FCRA ഫണ്ട് നിയന്ത്രണം വരുമോ എന്ന പേടിയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നേ, അത് ഈ നീറ്റ് വിഷയത്തിൽ അങ്ങ് തീർക്കുന്നു. അതാണ് ചില നടന്മാരുടെ പ്രശ്നം. മറ്റു ചില നടന്മാരുടെ പ്രശ്നം ചില ചില്ലറ മേടിച്ച് അഭിപ്രായം പറയുന്നു. ഇനി വേറെ ചില നടന്മാരുടെ പ്രശ്നം നീറ്റോ കുട്ടികളോ ഒന്നുമല്ല, അതായത് ദേശീയ അവാർഡ് അവർക്ക് കിട്ടുമെന്ന് കരുതിയേ, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ദേഷ്യം മുഴുവൻ ഇപ്പം അങ്ങോട്ട് തീർക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരുടെ പ്രശ്നം ഓരോന്നാണ്. പിന്നെ ചില നടന്മാർ അവർ ഒരല്പം തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് അറിയില്ല. ചിലരൊക്കെ അങ്ങനെ ഇവിടെ കേരളത്തിൽ തന്നെയുള്ളവരോ കേരളത്തിലെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിഷയങ്ങളെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരാണ്. അപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് അടി കിട്ടി എന്നൊരു സീന് കണ്ടപ്പോൾ അയ്യോ കുട്ടികളെന്ന് പറഞ്ഞ് കരഞ്ഞ് അവർക്ക് സപ്പോർട്ട് കൊടുത്തതാണ്. 1000 ആളുകൾ പോലും ഇല്ലാത്ത ഒരു സിനിമാ സംഘടനയുടെ കുശുമ്പ്, അടിപിടി, കടിപിടി, പാരവെപ്പ്, ഈഗോ പോലുള്ള കുഞ്ഞു പ്രശ്നങ്ങൾ പോലും ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ പറ്റാത്ത ചില സിനിമാക്കാർ, അവരാണിപ്പോൾ ഇന്ത്യയിലെ നീറ്റ് പ്രശ്നം പരിഹരിക്കേണ്ട രീതി ഇങ്ങനെയല്ല എന്നും പറഞ്ഞു വരുന്നത്. ഇന്ത്യയുടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇവിടെ ഉശിരുള്ള ആൺകുട്ടികളുണ്ട്. കുട്ടികളുടെ യുവാക്കളുടെ ഭാവിയിൽ ഇത്രയും ആശങ്കയുള്ള സിനിമാക്കാർ ഇനിയെങ്കിലും സിനിമയിലെ കള്ളുകുടി, മദ്യം, കഞ്ചാവ് ഉപയോഗം കാണിക്കുന്ന, അവയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സീനുകൾ സ്വന്തം സിനിമയിൽ നിന്നെങ്കിലും ഒഴിവാക്കിക്കൂടെ. അതേപോലെ ഇപ്പോൾ സ്ത്രീ വിരുദ്ധ ഡയലോഗുകൾ, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ സീനുകൾ, പരിധി വിട്ടുള്ള സീനുകൾ, ഇതൊക്കെ കുട്ടികളെ വഴി തെറ്റിക്കുന്നില്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഡബിൾ മീനിങ്, തെറി ഭാഷകൾ, ഇനിയെങ്കിലും കുട്ടികളുടെ നല്ല ഭാവി ആലോചിച്ച് ഇതൊക്കെ സിനിമയിൽ നിന്നിട്ട് കുറച്ചുകൂടി. ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ മറ്റൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാതെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ശ്രദ്ധിച്ചൂടെ? കള്ളപ്പണം വെളുപ്പിക്കുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്നൂടെ? കേരളത്തിൽ മദ്യനിരോധനം വേണമെന്ന് അഭിപ്രായപ്പെട്ടൂടെ? സിനിമാ സ്റ്റൈൽ കൊലപാതകങ്ങളും സിനിമയെ അനുകരിച്ച് പോലീസിന് വിദഗ്ധമായി പറ്റിക്കുന്നതും ഇന്ന് കേരളത്തിൽ കൂടിക്കൂടി വരികയാണ്. സമൂഹത്തിൽ ആക്രമണ സ്വഭാവം വർദ്ധിച്ചു വരുന്നതിൽ സിനിമകൾക്ക് വലിയ പങ്കുണ്ട്. അത് തെളിയിക്കപ്പെട്ടതുമാണ്. പണ്ട് മദ്യവും സിഗരറ്റും മാത്രമായിരുന്നു നായകൻ്റെ ഹീറോയിസം കാണിക്കാനുള്ള അളവുകൾ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? കഞ്ചാവ്, MDMA, സിന്തറ്റിക് ഡ്രഗ് അഥവാ രാസലഹരിയാണ് നായകനും നായികയും ഒക്കെ ഉപയോഗിച്ച് അതിനെ യുവാക്കളെ പ്രേരിപ്പിക്കുന്നത്. സമൂഹത്തിന് മാതൃകയാകേണ്ട എത്രയോ നടീനടന്മാരെ, സംവിധായകരെ MDMA എക്സെട്ര ഉപയോഗിച്ച് എന്ന കേസിൽ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ആലോചിച്ചു. ഇപ്പോൾ പഹൽഗാം ആക്രമണം അടക്കം ഒന്നിലും കേരളത്തിലെ ഒരു സെലിബ്രിറ്റിയും വാ തുറന്നില്ല എന്നുള്ളതാണ് സത്യം. അതൊന്നും ഇവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. സിനിമകളിലെ ആക്രമണങ്ങൾ കണ്ട് കുട്ടികളിലും ചെറുപ്പക്കാരിലെ യഥാർത്ഥ ബോധം കുറയാൻ ഇത് കാരണമാവുന്നുണ്ട്. സിനിമയിലെ അമിതമായ സംഘടനകളും ക്രൂരതകളും കാണുമ്പോൾ അത്തരം രീതികൾ അനുകരിക്കാൻ ചിലർ, പ്രത്യേകിച്ച് ഈ കൗമാരക്കാരൊക്കെ അതിനെ മുതിരാറുണ്ട്. ലഹരി ഉപയോഗം, സ്ത്രീ വിരുദ്ധത, തെറ്റായ ജീവിത രീതികൾ എന്നിവ സിനിമകളിൽ ഗ്ലാമറൈസ് ചെയ്ത് കാണിക്കുന്നത് സമൂഹത്തിലെ ധാർമ്മിക മൂല്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സിനിമകളിലെ ഭീകരമായ രംഗങ്ങൾ, ഇപ്പോൾ ഹൊറർ രംഗങ്ങളൊക്കെ, അല്ലെങ്കിൽ അമിതമായ അക്രമങ്ങൾ സമൂഹത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ ഇതിനു മുമ്പ് നടന്ന നഴ്സുമാരുടെ സമരം, ആശാ വർക്കേഴ്സിൻ്റെ സമരം, PSC വിദ്യാർത്ഥികളുടെ സമരം, മുനമ്പം സമരം, സഹകരണ ബാങ്കിലെ കൊള്ള, ഇതൊന്നും ഇപ്പോൾ നീറ്റിൻ്റെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ കേട്ടിട്ടേ ഇല്ലട്ടോ. ഇപ്പോഴത്തെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും മുമ്പും ഈ ഇന്ത്യയിൽ കേരളം അടക്കം എത്രയോ സംസ്ഥാനങ്ങളിൽ PSC അടക്കം പരീക്ഷകൾ റദ്ദ് ചെയ്ത് റീ എക്സാമിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതുപോലെ സെലിബ്രിറ്റികൾ അഭിപ്രായം പറഞ്ഞ് കണ്ടിട്ടില്ല. അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിമാർ ആര് രാജിവെച്ച ചരിത്രം ഇന്നേ വരെ ഇന്ത്യയിലില്ല. CBSE സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ മെഡിക്കൽ എൻട്രൻസ് AIPMT നടത്തുന്ന കാലത്തും ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവയാണ്. പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ ചോർച്ച സംഭവം, പരീക്ഷ നടക്കുന്നതിന് തൊട്ട് മുമ്പ് വാട്സപ്പ് വഴിയും SMS വഴിയും ചോദ്യങ്ങളും ഉത്തരങ്ങളും പുറത്തു വന്നു. അതായത് ബീഹാർ, ഹരിയാന കേന്ദ്രീകരിച്ചിട്ടുള്ള സംഘങ്ങൾ വ്യാജ ഏജൻറ്റുകൾ വഴി ഉത്തരങ്ങൾ സമാഹരിക്കുകയും പ്രത്യേകമായി നിർമ്മിച്ച ഈ അടിവസ്ത്രങ്ങളിലും ജാക്കറ്റുകളിലും ബ്ലൂടൂത്ത് മൈക്രോ ഉപകരണങ്ങളും ഘടിപ്പിച്ച് പരീക്ഷാ ഹാളിലുള്ള വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു
ഇതിൻ്റെ ഒരു രീതി. അതായത് പരീക്ഷാ ഹാളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, അവരത് ഉപയോഗിക്കുന്നു. ഇത് നേരെ പിടിക്കപ്പെട്ട ഹരിയാന പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച് സുപ്രീം കോടതി ഒടുവിൽ പരീക്ഷ റദ്ദാക്കുകയും ആഗസ്റ്റ് മാസത്തിൽ റീടെസ്റ്റ് നടത്താൻ ഉത്തരവിടുകയും ചെയ്തു. ഇനി 2011-2012 AITMT ഉത്തരസൂചിക ഹൈടെക് ചോർച്ച ആരോപണങ്ങൾ. പരീക്ഷ ആരംഭിക്കുന്നതിന് തൊട്ടു പിന്നാലെ ചില കോച്ചിങ് സെൻ്ററുകളിലേക്കും മാഫിയകളിലേക്കും SMS വഴി ഉത്തരസൂചികകൾ ചോർന്നതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു. വ്യാജ ആൾമാറാട്ടക്കാരെ ഇരുത്തി പരീക്ഷ എഴുതിച്ച സംഭവങ്ങളും അക്കാലത്ത് രാജസ്ഥാൻ, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 2004 ചോദ്യപേപ്പർ ചോർച്ചെടുക്കാം. പരീക്ഷ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് രാജസ്ഥാനും ഡൽഹിയിലും ചോദ്യപേപ്പർ ചോർന്നതായിട്ട് ആരോപണം ഉയർന്നതിനെ തുടർന്ന് കേസ് അന്വേഷിക്കുകയും ക്രിമിനൽ സംഘങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്ന് ഈ വിഷയത്തിൽ ഏത് മന്ത്രിയെ രാജിവെച്ച്? 2014 മാർച്ച് CBSE പരീക്ഷകർ 12ാം ക്ലാസ് എക്കണോമിക്സ്, 10ാം ക്ലാസ് മാത്തമാറ്റിക്സ് ചോദ്യപേപ്പറുകൾ ചോർന്നതിനെ തുടർന്ന് രാജ്യത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2013 മഹാരാഷ്ട്രയിൽ HSC സംസ്ഥാനത്ത് 12ാം ക്ലാസ് ചോദ്യപേപ്പർ ചോർന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചു. 2013 മധ്യപ്രദേശിലാണ് ഒരു ഒന്നൊന്നര സംഭവം, അതായത് വ്യാപം അഴിമതി എന്നാണ് പറയാം. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പരീക്ഷാ കുംഭകോണങ്ങളിൽ ഒന്നായ വ്യാപം അഴിമതി 2013 പുറത്തു വന്നു. പ്രീ മെഡിക്കൽ ടെസ്റ്റ് PMT ഉൾപ്പെടെയുള്ള നിരവധി സർക്കാർ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷകളിലെ കോപ്പിയടിയും ചോർച്ചയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2012 ദില്ലിയിലെ AIIMS പ്രവേശന പരീക്ഷ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നടത്തിയ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായിട്ട് പരാതി ഉണ്ടായിരുന്നു. 2008 പ്രീ മെഡിക്കൽ ടെസ്റ്റ്, വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചോദ്യപേപ്പർ ചോർച്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2007 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ചോദ്യപേപ്പർ ചില സംസ്ഥാനങ്ങളിൽ ചോർന്നതിന് വാർത്ത വന്നിട്ടുണ്ട്. 2006 CBSE അക്കൗണ്ടൻസി 12ാം ക്ലാസ് അക്കൗണ്ടൻസി പരീക്ഷയുടെ ചോദ്യപേപ്പർ ദില്ലിയിൽ ചോർന്നിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോരുന്ന വഴികൾ, മോഡുസ്, അതായത് ഇത്തരം ചോർച്ചകൾക്ക് പിന്നിൽ കോച്ചിങ് സെൻ്ററുകൾ, അതുപോലെ ചില ഉദ്യോഗസ്ഥന്മാർ, ചില ഏജൻറ്റുകൾ എന്നിവരടങ്ങുന്ന ഒരു വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. അത് ശരിക്കും പറഞ്ഞാൽ അതിനെ ഭരിക്കുന്ന സർക്കാരായിട്ട് ബന്ധമില്ല, പക്ഷേ ഭരിക്കുന്ന സർക്കാരാണ് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ്സുകൾ, ചോദ്യപേപ്പർ അച്ചടിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള സുരക്ഷാ വീഴ്ചകൾ, ട്രാൻസ്പോർട്ടേഷൻ, പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പേപ്പറുകൾ എത്തിക്കുന്ന വഴിയിൽ വെച്ച് സീലുകൾ പൊട്ടിച്ച് ചോർത്തുന്ന ഡിജിറ്റൽ മാധ്യമങ്ങൾ, വാട്സപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴി വളരെ വേഗത്തിൽ ചോദ്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വിൽക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒരു സത്യം. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ കർശന നിയമം ആൻറ്റി പേപ്പർ ലീക്ക് ലോ, പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ദി പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024 പബ്ലിക് എക്സാമിനേഷൻ ആക്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള കടുത്ത ശിക്ഷകൾ നൽകുന്നത് സമരം നടത്താം, പ്രതിഷേധിക്കാം. പക്ഷേ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടും ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞുകൊണ്ടും അവരത് റെസ്ട്രിക്റ്റഡ് ഏരിയയിലും സുരക്ഷാ കാരണങ്ങളാൽ സമരം നടത്തരുത്. നിലവിൽ ഇറാൻ അമേരിക്ക യുദ്ധകാലത്ത് പോലും വികസനത്തിലേക്ക് കുതിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വിദേശ ഏജൻസികളുടെ കളിപ്പാവകൾ ആവുകയാണ് ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ. പൊതുജനം ജാഗ്രത. നീറ്റ് കേസുണ്ടായ ആ മിനിറ്റ് തന്നെ പോലീസ് അന്വേഷണം തുടങ്ങി. CBIക്ക് നൽകി, അന്വേഷണം ആരംഭിച്ചു. 13 പേരെ അറസ്റ്റ് ചെയ്തു. എക്സാം ക്യാൻസൽ ചെയ്തു, എക്സാം നടത്തി, അതിൻ്റെ റിസൾട്ടും വന്നു. മിടുക്കരായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പാസ്സായി. ചില സിനിമകൾ കൊണ്ടുള്ള അത്രയും ദോഷം എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഈ എക്സാം എഴുതിയതിലില്ല. വീഴുക എന്നത് തെറ്റല്ല, വീണിട്ട് എഴുന്നേൽക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണ്. നീറ്റിന് വേണ്ടി കരഞ്ഞ് ബഹളം വയ്ക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് അതിൻ്റെ ഫുൾ ഫോമെങ്കിലും അറിഞ്ഞിരിക്കുന്നതാണ്. നീറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ്. അത് തീർച്ചയായിട്ടും ഭാവിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നടപടികൾ അർജൻറ്റായിട്ട് വേണം എന്നുകൂടി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.